നമസ്കാരം. വനം വകുപ്പിന് നാഥനില്ലെന്ന് മലയോര ബിഷപ്പുമാർ. വകുപ്പ് ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ നാഥനില്ലാതായി. അപ്പോഴാണോ വകുപ്പിന്? സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. NCPയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കലാശിച്ചത് സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ രാജിയിലാണ്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ദേശീയ നേതാവ് പവാറിൻ്റെ അനുമതി വാങ്ങിയതാണ്. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. അത് നടപ്പാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ കസേരയിൽ ഇരിക്കുന്നത് എന്തിന് എന്ന് PC ചാക്കോ ചിന്തിച്ചത് സ്വാഭാവികം. ശശീന്ദ്രൻ ഒഴിഞ്ഞ് 2.5 വർഷക്കാലം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് നൽകാം എന്നൊരു കരാർ ഉണ്ടായിരുന്നതായി തോമസ് കെ തോമസ് പറയുന്നു. പക്ഷേ AK ശശീന്ദ്രനാണെങ്കിൽ അങ്ങനെ ഒന്ന് ഓർമ്മയില്ലേതാനും. എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയെ. ഈടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പേൽപ്പിക്കണേ? അല്ല, കരാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം അല്ല, പാർട്ടി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി വരൂല്ലേ? അല്ല, ശശീന്ദ്രന്റെ നിലപാടല്ലേ പറയുന്നേ, ഞാൻ എന്റെ നിലപാടല്ലേ പറയുന്നേ. മന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഞാൻ എല്ലാ കാലത്തും എന്നോട് നിങ്ങൾ ചോദിച്ചാൽ പറയാറ് അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ദേശീയ നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനമാണ്. അല്ല എന്നുള്ളത് പിന്നെ അന്ന് ഹർജിയുടെ നോമിനേറ്റ് ഇവിടെ വന്ന വ്യക്തി വ്യക്തമായിട്ടും ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ്. അതെ, നമ്മുടെ ടോമി സാബും തമ്മിലെ ചെറിയൊരു തർക്കം. പാർലമെന്ററി ബോർഡ് ചെയർമാൻ ശ്രീ ശരത് പവാറും പാർലമെന്ററി ബോർഡും ഞങ്ങളെ ബോംബെയിൽ വിളിപ്പിച്ച് ശ്രീ ശശീന്ദ്രൻ ഒഴിഞ്ഞ് ആ സ്ഥാനം അവശേഷിക്കുന്ന പീരീഡ് തോമസ് കെ തോമസിന് കൊടുക്കണം എന്നാണ് തീരുമാനം. ആ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ വേണ്ടി ശരത് പവാർ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഞാൻ മാറിയാൽ NCPക്ക് അവിടെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 MLA-മാരുള്ളൂ, അതിലൊരു MLA-ക്ക് 2.5 വർഷം കഴിഞ്ഞ് കൊടുക്കണമെന്നുള്ള അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. NCPയിൽ തോമസ് കെ തോമസിന്റെ മന്ത്രി സ്വപ്നത്തിന് മുഖ്യമന്ത്രിയുടെ ചെക്ക്. AK ശശീന്ദ്രൻ തൽക്കാലം തുടരട്ടെ എന്ന് പിണറായി വിജയൻ. എൽദോച്ചായം പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. എടാ സാബു, എടാ കുണം പിടിക്കാത്തവനെ, എന്റെ അളിയ മണ്ടനല്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പഠിച്ച് അതിനൊരു മറുപടി പറയാൻ എനിക്ക് അല്പം കൂടെ സാവകാശം വേണം. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ അറിയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പാർട്ടി പറഞ്ഞാൽ മാറിക്കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞ ശശീന്ദ്രൻ താൻ മാറിയാൽ പകരം NCPക്ക് മന്ത്രി ഉണ്ടാകുമെന്ന ഉറപ്പുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് മാറി. അങ്ങനെയൊരു ഉറപ്പ് നൽകാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയ PC ചാക്കോയ്ക്കും കഴിയുന്നില്ല. മുന്നണി സംവിധാനത്തിൽ ഘടകകക്ഷിയുടെ മന്ത്രിയെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ആ പാർട്ടിക്കില്ലേ എന്ന് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി 2 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു ചാക്കോയ്ക്ക്. പക്ഷേ അത് ചോദിച്ചതാകട്ടെ സ്വന്തം പാർട്ടി യോഗത്തിലും. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ, നിങ്ങളതിൽ നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞു. എനിക്ക് പലതും പറയാമായിരുന്നു. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ എന്താണ്, ഘടകകക്ഷികളുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാം. എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാം. എനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ കാര്യം ഉന്നയിക്കാം. നല്ല പബ്ലിസിറ്റി കിട്ടും. എനിക്ക് നല്ല ഉറുക്കി കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി. ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംസാരത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ ചോദിക്കണം ശശീന്ദ്രനോട്, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ പൂർണ്ണമായ സപ്പോർട്ട്, എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് ശശീന്ദ്രൻ, ഞാൻ ശശീന്ദ്രനെ പൂർണ്ണമായിട്ട് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി ആളിയുടെ തന്തയ്ക്ക് പോണോടല്ലേ. എന്റെ പിന്തുണ ആർക്കും ആവശ്യമില്ല, എന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ്. അവന്റെ ഒരു മധ്യസ്ഥത. സ്വയം കുഴിച്ച കുഴിയിൽ വീണതോടെ NCP സംസ്ഥാന പ്രസിഡന്റ് പദം രാജിവെച്ചു. 2 MLA-മാർക്കിടയിലും മധ്യസ്ഥത വഹിക്കാൻ പോയ പാർട്ടി പ്രസിഡന്റിന് രാജിവെച്ചൊഴിയേണ്ടി വന്നതാണ് ആന്റി ക്ലൈമാക്സ്. കോൺഗ്രസിൽ നിന്ന് NCPയുടെ രക്ഷകനായി എത്തിയതാണ്. പക്ഷേ ഐഡിയ സ്വന്തം കസേര തന്നെ തെറിപ്പിച്ചു കളഞ്ഞു. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കച്ചകെട്ടിയിറങ്ങിയ PC ചാക്കോയ്ക്ക് അടിതെറ്റി.
എന്തു പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കേട്ടിട്ടില്ലേ? An idea can change your life. മന്ത്രി മാറണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പാർട്ടിയെയും മുന്നണിയെയും ഗവൺമെൻറ്റിനെയും പൊതുവെ പിന്താങ്ങുക എന്ന നിലയിലാണ് ഞാൻ തീരുമാനത്തിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. അച്ഛാ, ദേ അയാൾ എഴുതി വെച്ച് കടന്ന ലക്ഷണമാ. എന്താ എഴുതിയിരിക്കുന്ന വായിച്ചേ? ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന് എന്റെ ഇത്രയും കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു CID വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ. ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി. മുന്നിരുന്ന തോമസ് ചാണ്ടി ആയാലും ഒടവൂർ വിജയനായാലും പീതാംബരം മാസ്റ്റർ ആയാലും ഇവർക്കൊക്കെയും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിൽ ആഭ്യന്തരമായിട്ടുള്ള കാരണം ഒരു തീരുമാനം എടുക്കുമ്പോൾ തീരുമാനം ശരിയല്ല എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ്. അതേതായാലും നന്നായി. അല്ല, അങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങളോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഒന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം എന്താണ് അതിനകത്ത് ആരോപിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കാണും. വന്യജീവികൾ കാടിറങ്ങുന്നത് കാരണം മന്ത്രിക്ക് നാട്ടിലിറങ്ങാനേ പറ്റുന്നില്ല. വനം മന്ത്രിയുടെ രാജിയും ചിലർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പാർട്ടി പ്രസിഡന്റിന്റെ രാജി സ്വന്തം വിജയമായി കാണുന്നുണ്ടോ? ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു പ്രശ്നമായി സംഘടനാ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണുന്നതിനോട് പൂർണ്ണമായും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. ഇതിൽ ജയവും തോൽപ്പിയൊന്നുമില്ല. പക്ഷേ ഞാൻ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടാവില്ല. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നത്. ചക്കിയും ശങ്കരനും യോജിച്ചപ്പോൾ മധ്യസ്ഥൻ ഔട്ടായി. പാർട്ടി പ്രസിഡന്റ് സ്ഥാനം തോമസ് കെ തോമസിന് കൊടുക്കാമെന്ന നിലപാട് AK ശശീന്ദ്രൻ പക്ഷത്തിനുണ്ട്. മന്ത്രിയായില്ലെങ്കിലും പാർട്ടി പ്രസിഡന്റെങ്കിലും ആവാം. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പവാർജി ചോദിച്ചു, നേരത്തെ ഇത് തന്നെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ ഒരു തീരുമാനമില്ല. കാരണം അതൊരു ചെറിയ ടാസ്ക് അല്ലല്ലോ. സംസ്ഥാന പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമുണ്ടെങ്കിലും പ്രാവർത്തികമായിട്ടത് അതിൻ്റെ പ്രവൃത്തി ചെയ്തു വരുമ്പം അതിൻ്റെ പുറകിലുള്ള പ്രവർത്തനം വലുതാണ്. ചെറിയ കാര്യമല്ല. അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും വിസ്മരിക്കേണ്ടി വരും ജീവിതത്തിൽ. എന്നിട്ട് അതിനകത്ത് തന്നെ ഇറങ്ങി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. കാരണം ഒരു പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഉത്തരവാദിത്തം ചെറുതല്ലാത്തത് കാരണം പദവി വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കില്ല എന്നുണ്ടോ? പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. അതിന് സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, പവാർജിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം പറയുകയാണ് അങ്ങനെ ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ ഏറ്റെടുക്കും. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താൻ നീക്കമുണ്ടെന്ന വാർത്ത നിയമസഭയിൽ കിഫ്ബിയെക്കുറിച്ചുള്ള വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. കിഫ്ബി എന്ന കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ നോക്കിയതാര്? കിഫ്ബിക്ക് ബൂസ്റ്റും പാലും കൊടുത്തത് ആര്? കിഫ്ബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? ഡ്രിപ്പിട്ട നിലയിൽ ആശുപത്രി കിടക്കയിലാണോ വെന്റിലേറ്ററിലാണോ? നേരത്തെ ഈ കിഫ്ബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ജനിച്ച് കുറച്ചായ ആ കുട്ടിയെ കൂടുതൽ പാലും ഹോർലിക്സും ഒക്കെ കൊടുക്കാത്തത് എന്താണ്? കുറച്ചുകൂടി നന്നാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ, ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കൂടുതൽ പാലും ഹോർലിക്സും ഒക്കെ കൊടുക്കാത്തത് എന്താണ്? കുറച്ചുകൂടി നന്നാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, 2 നിറഞ്ഞിട്ട് മതി. കിഫ്ബി എന്ന കുഞ്ഞിന് ബൂസ്റ്റും പാലും കൊടുക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നാണ് ബഹുമാനായ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞത്. സർ, ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കുഞ്ഞിനെ ഇപ്പോൾ ഡ്രിപ്പ് കൊടുത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. നമ്മൾ ഒരിക്കലും അന്യന്റെ മോനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ പക്ഷെ ഇവിടെ പറയുന്നത് ഡ്രിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് ഡ്രിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്?
നിങ്ങൾ ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഡ്രിപ്പ് കൊടുത്തത്, എന്ത് കണക്ക് പറഞ്ഞാലും ഡ്രിപ്പ് കൊടുത്തത് അവിടെ BJP-ക്കാണ്. ഡ്രിപ്പും ബൂസ്റ്റും കൊടുത്ത് BJP-യെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. വിജയത്തിന്റെ സേനാനി ഡ്രിപ്പും ബൂസ്റ്റും കൊടുത്ത് BJP-യെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. ഞാൻ ഡൽഹി ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയമല്ലത്, അത് വേറെ സമയത്ത് മറുപടി പറയാം. ആ രാഷ്ട്രീയം തന്നെ ഇവിടെ. നിങ്ങൾ എന്ത് സാങ്കേതിക കണക്കാ പറഞ്ഞേ? ഇന്ത്യയിൽ ഇപ്പൊ എന്താ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയില്ലേ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ല ചെയ്യുന്നത്. കിഫ്ബി എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞത് ഉത്തരവാദിത്തമായ രാഷ്ട്രീയം കൂടിയാണ്. കിഫ്ബി ഇപ്പോ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല, കാരണം വെന്റിലേറ്ററിലാണ്. സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്തായാലും കുഷ്ഠരോഗം മതിയായിരുന്നു. എപ്പോഴാണ് വെന്റിലേറ്റർ ഊരേണ്ടത് എന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ്. കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒഴിവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. മോൻ ചത്താലും വേണ്ടില്ല, മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനല്ലേ? അങ്ങനെ തന്നെയല്ലേ പഴഞ്ചൊല്ല്? ഇതൊരു ബനാന ടോക്കാണ്. ബനാന ടോക്കോ? ആ പഴഞ്ചൊല്ല്. കിഫ്ബിയിൽ തുടങ്ങി ഡൽഹിയിൽ വരെ പോയി അങ്കമാലിയിലെത്തി സഭയിലെ ചർച്ച. അങ്കമാലിയിലെ പ്രധാനമന്ത്രി പോലും കിഫ്ബിയുടെ ആരാധകനാണത്രേ. സാർ, പണ്ടൊരു സിനിമയിലുണ്ട്, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ പോലെ അല്ല. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അങ്കമാലി എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയില്ല. അങ്കമാലിയിൽ ഇപ്പോ അങ്കമാലി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും, അങ്കമാലിയിൽ അങ്ങക്ക് ഞാൻ ഈ പറയുന്ന പ്രസംഗം അങ്ങക്ക് അവിടെ മണ്ഡലത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾ റോജി എം ജോൺ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കമാലിയിൽ എത്ര കിട്ടി, പറവൂർ എത്ര കിട്ടി, അവിടെ എത്ര കിട്ടിയെന്ന് ചോദിക്കുക. ഈ പണം എന്ന് പറയുന്നത്, കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല. ഞങ്ങൾ വിളിച്ചു പറയുന്നതും നിങ്ങൾ ലോണായി കൊടുക്കുന്നതും എന്റെ നിങ്ങളുടെ വീട്ടിലെ കാശല്ല. ദേശീയപാതയിൽ ഇപ്പോൾ തന്നെ മുക്കിന് ടോളാണ്. കിഫ്ബി റോഡിൽ കൂടി ടോളാക്കി ടോളിനെ ദേശസൽക്കരിക്കുന്ന പുതിയ പദ്ധതിയാണ് സർക്കാരിന്റെ തലയിൽ. കിഫ്ബി വരുമാനദായകമായ പദ്ധതികൾ വേണമെന്നുള്ളത് കിഫ്ബിയുടെ നേരത്തെയുള്ള കാഴ്ചപ്പാടിലുള്ളതാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. സർ, ഒരു കാര്യം, 2016 സെപ്റ്റംബർ 26-ന് കിഫ്ബി ഭേദഗതി ബില്ല് അവതരിപ്പിച്ച വേളയിൽ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് നിയമസഭയ്ക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വായിക്കാം. ഏതായാലും ഈ നിയമസഭയിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, കേരളത്തിലെ ഒരു പാലത്തിനും ഒരു റോഡിനും ഒരു ടോളും ഇതിൽ നിന്നുണ്ടാകില്ല. നിയമസഭയിൽ പറഞ്ഞതല്ലേ, മുഖവിലക്കെടുക്കൂ. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാക്കുകളാണിത്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. ഇപ്പോ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നാണ് ഏറ്റവും ഒടുവിലെ വാർത്ത. കെ റെയിലും കെ ഫോണും കെ ഹോമിനും ഒക്കെ ശേഷം ഇപ്പോ കേരളത്തില് കെ ടോൾ വരാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ കാണുന്നത്. ഇതാണ് സോൾ ഓഫ് കേരള. ഇത് കാപ്പിയുടെ വേറല്ലേ? അതെ, കാപ്പി കേരളത്തിന്റെ സോളല്ലേ കൂട്ടാ. ഇനി ഒരു 10,000, 10,000, 20,000 കോടി ചെലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും കിഫ്ബിയുടെ മോഡൽ. അതുകൊണ്ട് ഇപ്പൊ ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. കെ ടോൾ വരാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ കാണുന്നത്. ഇത് സോൾ ഓഫ് കേരള. സോൾ ഓഫ് ഇന്ത്യക്ക് ഇപ്പൊ തീരെ വിലയില്ല. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം റോഡിൽ ടോള് മാത്രം എന്നൊരു പാഠാന്തരം പ്രതിപക്ഷം പാടി നടക്കുന്നുണ്ട് നാട്ടിൽ. കിഫ്ബിയെ ദുർധരാഷ്ട്രാലിംഗനം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് മന്ത്രിയും. ഇപ്പൊ തന്നെ NH പോലെയുള്ള വേദികളിൽ NHAയുടെ എല്ലാ നിർമ്മാണവും അവർ ടോള് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. റൊഡാലിയോ മൊട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ, ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണല്ലോ വരുമാനദായകമായ പദ്ധതി വേണം, NHA കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതാണല്ലോ. ഇതെല്ലാം കൂടി നമ്മൾ ഡബിൾ ടാക്സേഷൻ ആണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും മേടിച്ചു ആളുകളോട്, റോഡില് പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ ടാക്സും മേടിച്ചു, 2 ടാക്സ് മേടിച്ചു. എന്നിട്ട് അതിന്റെ മീതെ വീണ്ടും ടോളിന്റെ ടാക്സ് ആണ്. ട്രിപ്പിൾ ടാക്സേഷൻ ആണ്. ട്രിപ്പിൾ ടാക്സേഷൻ ആണ്. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. സാർ, സംസ്ഥാനത്ത് ഒരു ബദൽ വികസന മാതൃക എന്ന നിലയിൽ കിഫ്ബിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളെ തകർക്കാനാണ് ഈ ഘട്ടത്തിൽ. ഇത് നമ്മൾ വിചാരിക്കും ഇതൊരു സ്നേഹപൂർവ്വമാണ്. സാർ, ഇത് ധൃതരാഷ്ട്രാലിംഗനം തന്നെയാണ് സാർ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വരുന്നത്. ആലിംഗനം ചെയ്ത് ശരിയാക്കാൻ, ഭീമനെ ആലിംഗനം ചെയ്യാൻ വന്നതുപോലെ
ഇരുമ്പ് പ്രതിമ കൊടുത്തോണ്ടാണ് അന്ന് ഭീമൻ രക്ഷപ്പെട്ടത് സർ. പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള ഉരസലായിരുന്നു ഇതിനിടയിൽ ഉണ്ടായത്. രണ്ടാം ദിവസം പ്രതിപക്ഷത്തിന്റെ സഭാ ബഹിഷ്കരണത്തിൽ വരെ എത്തി കാര്യങ്ങൾ. എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും എവിടെ ചെന്നാലും ആളുകൾക്ക് പരാതികളും പ്രശ്നം. സമയം അനാവശ്യമായി ഇടപെടുകയാണ്. അതതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ആ ഫ്ലോ അങ്ങ് പോയില്ലേ, ഇനി ഒന്നേന്ന് തുടങ്ങണം. എനിക്കറിയാം, ഒരാളുടെ പ്രസംഗത്തിന്റെ ഒരു പ്രസംഗമല്ലേ ഇത്, അതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായി അങ്ങ് ഇടപെട്ടാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കുറച്ചു. അങ്ങ് എന്റെ പ്രസംഗം വെറുതെ അങ്ങായിട്ട് വഴക്കിടിപ്പിക്കില്ല എന്നെ. അങ്ങനെ പോമട്ടെ, വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല, മാറിക്കട. പെൻഡിങ് ആയിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങൾ അങ്ങ് എന്റെ പ്രസംഗം അങ്ങനെ കൺട്രോൾ ചെയ്യില്ല. അങ്ങ് പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. അങ്ങ് തന്നെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്കൗട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന്. പ്ലീസ്, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. 13 മിനിറ്റായി. 13 മിനിറ്റ് അവിടെ ഇരിക്കും. അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറിക്കണം. അതോർത്ത് നീ വിഷമിക്കണ്ട, എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഇല്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. 9ാമത്തെ മിനിറ്റിൽ മാത്രമേ 9ാമത്തെ മിനിറ്റിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം. പോടാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിത്തൗട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് 9 minutes വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ ഫ്രം ചെയർ യു സ്പോക്ക് 9 minutes. It is my right to speak here. I am on my legs. You cannot intervene. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്കുക? നിങ്ങൾ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ നിയമസഭാ റെക്കോർഡ് മുഴുവൻ പരിശോധിച്ചോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സ്പീക്കർ ഇതുപോലെ ഇടപെട്ടിട്ടുണ്ടോ? ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, 5 പ്രാവശ്യം അദ്ദേഹം ഇടപെട്ടു. എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും അതിൻ്റെ ഫ്ലോ തടുക്കുകയും ചെയ്യായിരുന്നു. ഇന്നലെയും ഇന്നും അതെ, ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവിനോടും ചെയ്തിട്ടില്ല. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ.